പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം ഇപ്പോൾ ദിമിത്രിയോസ് ലാമന്തകോസിൻ്റെ റീപ്ലേസ്മെൻറ്റ് സൈനിങ്ങിനായി കാത്തിരിക്കുകയാണ്. എന്നാൽ ദിമിയുടെ റീപ്ലേസ്മെൻറ്റ് സൈനിങ് അങ്ങനെ വന്നെത്തുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ 19 സ്റ്റോപ്പേജ് ആണ് ഈ വാർത്ത ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അവർ പറയുന്നത് ഇപ്രകാരമാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത താരങ്ങളിൽ അല്ലെങ്കിൽ സ്ട്രൈക്കർമാരിൽ ഒരാളാണ് ഫിലിപ്പെ പാസഡോർ എന്ന് പറയുന്ന അർജൻറ്റീനിയൻ സ്ട്രൈക്കർ. എന്തായാലും ഈ താരമായുള്ള ബ്ലാസ്റ്റേഴ്സിലെ ചർച്ച 90% വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ 19 സ്റ്റോപ്പേജ് വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി മാർക്കസ് പ്രഗുല ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിരുന്നു. 48 മണിക്കൂറിനുള്ളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സ്ട്രൈക്കർ ആരാണെന്നുള്ള അപ്ഡേറ്റ് എനിക്ക് ലഭിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കപ്പെടുന്നതെന്ന് മാർക്കസ് ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിരുന്നു. അതപ്പോൾ തന്നെ ഞാൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു അപ്ഡേറ്റ് ലഭിച്ചില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് നോക്കുന്ന ആ 2 സ്ട്രൈക്കർമാരുടെ പേര് ഞാൻ വെളിപ്പെടുത്തുമെന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 19 സ്റ്റോപ്പേജ് വ്യക്തമാകുന്ന പ്രകാരം അർജൻറ്റീനിയൻ സൂപ്പർ സ്ട്രൈക്കറെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കുന്നതിൽ നിന്നിപ്പോൾ 90% എല്ലാം വിജയിച്ചിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം വിജയിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സുമായുള്ള ചർച്ച 90% വിജയിച്ചിട്ടുണ്ട്. എന്നാൽ കരാറിൽ ഇതുവരെയും ഒപ്പിട്ടിട്ടില്ല എന്നത് 19 സ്റ്റോപ്പേജ് പറയുന്നുണ്ട്. കരാറിൽ ഉടൻ തന്നെ ഒപ്പിടുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നലെ രാത്രി വരെ ബ്ലാസ്റ്റേഴ്സും ഈ താരവും തമ്മിൽ നടത്തിയ ചർച്ച വിജയകരമാണ്. അതിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, പുറകോട്ടൊന്നും പോയിട്ടില്ല. മുന്നോട്ട് തന്നെയാണ് ഇതിൻ്റെ ശതമാനമൊക്കെയും പോയിട്ടുള്ളത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തെ സ്വന്തമാക്കും എന്നുള്ള ഉറപ്പ് 19 സ്റ്റോപ്പേജ് വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെ രാത്രി വരെ ചർച്ച വിജയകരമായാണ് മുന്നോട്ട് പോയത്. എന്നാൽ ഇനിയുള്ള കാര്യം എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇനി കരാറിൽ ഒപ്പിടാൻ മാത്രമാണ് ബാക്കിയുള്ളതെന്നാണ് 19 സ്റ്റോപ്പേജ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ താരം കളിച്ചുകൊണ്ടിരുന്ന ലീഗിലെ ടോപ്പ് സ്കോററാണ് താരമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 18 മത്സരങ്ങളിൽ നിന്നും 14 ഗോളുകളാണ് താരം അടിച്ചുകൂട്ടിയതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ താരം എത്തിയാൽ അത് ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യുന്നൊരു കാര്യം തന്നെയായിരിക്കും. എന്തായാലും ഒരു സൗത്ത് അമേരിക്കൻ പ്ലെയറുമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ചയിലുണ്ടെന്ന് മാർക്കസ് പ്രഗുലവും അപ്ഡേറ്റ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ താരം ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്.